കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യാപകമായിട്ട് ആത്മഹത്യയും അതിനോടൊപ്പം സ്വയം വിരമിക്കൽ, അതായത് സർവീസ് എത്തുന്നതിനോട് വിരമിച്ച് പോലീസ് സർവീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രവണതയും കൂടി വരുന്നുണ്ട്. ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ താഴെയുള്ള ഉദ്യോഗസ്ഥൻ്റെ തലയിലേക്ക് പ്രശ്നങ്ങളൊക്കെ ഇട്ടുവിടുന്നതിന് ശേഷം കൈകഴി മാറിപ്പോകുന്ന ഒരു ഉദ്യോഗസ്ഥ പ്രവണത പോലീസ് ഉദ്യോഗസ്ഥനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി പോലീസിൽ അംഗസംഖ്യ കുറവ് എന്നുള്ളൊരു സത്യമാണ്. ആ അംഗസംഖ്യയുടെ ഒരു പ്രശ്നം കൊണ്ട് ഇവർക്ക് അധികരിച്ച ജോലികൾ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെ ജോലിയുടെ സ്വഭാവം, രീതി ഇപ്പം മാറിയിരിക്കും. പണ്ടൊരു കൂട്ടായ ഒരു ടീമായിട്ടാണ്. ഇപ്പം രാഷ്ട്രീയമായിട്ട് ചേരിതൊരു വല്ലാത്തുണ്ട്. അതിൽ ചില ദ്രോഹ മനസ്ഥിതിയോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വിഭാഗങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വേണമെന്നാണ് വെപ്പ്. പക്ഷേ ഇത് അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പലയിടത്തും അവിടെ ഒരു ലൈസൺ ഓഫീസർ എന്ന ഒരാളെ വെച്ചിട്ടുണ്ട്. അയാളാണ് പരാതി സ്വീകരിക്കുന്നത്. അങ്ങനെ നിയമത്തിലെവിടെയും പറയുന്നത് പോലീസിന് ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ട്. അതായത് സാധാരണ ശരിക്കും പോലീസിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കേണ്ട സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരി ആ ഉദ്യോഗസ്ഥരെ ബാഹ്യശക്തികളുടെ പ്രേരണയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ശരിയായ ന്യായവും നീതിയും ചെയ്യണമെന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവന് നിരാശാബാധിതരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ളത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ബാധ്യത ഇതാണ്, നിയമപരമായിട്ട് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വ്യഥ തീർച്ചയായിട്ടും അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാനസിക സംഘർഷത്തിന് വലിയ സാഹചര്യമുണ്ട്. ഒരിടത്തും സഹായവുമില്ല, ഒരിടത്തും സംരക്ഷണമില്ല. ആ രീതി വരുന്ന അവസ്ഥയിൽ നമ്മളെന്താ പറയുക, നിരാശരാണ്. ആ നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്ന മാനസിക വിഭ്രാന്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്നവൻ ജോലി വേണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സഹിച്ച് വിട്ടു പോകും. അല്ലാത്തവൻ എന്താ പറയുക, ജോലി വേണ്ട എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും. കാരണം പെൻഷൻ കിട്ടാൻ ഒരുമാതിരി പ്രായം ആയിക്കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും. അതല്ലെങ്കിൽ എന്തു ചെയ്യും, അതിന് പോലും മാനസികമായ ശക്തിയില്ലാത്തവന് വേറൊരു മാർഗവുമില്ലാത്തതുകൊണ്ട്, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അതൊന്നും ചെയ്യപ്പെടാനും ചെയ്യിച്ചെടുക്കാനും അവർക്ക് സാധിക്കാത്തതുകൊണ്ട് എന്താ പറയുക, നിരാശാബാധിതനായിട്ട് മാനസികമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകും. ഇത് മാറ്റം വരണമെങ്കിൽ എന്താണ്, പോലീസ് ഭരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്യുക. പോലീസിൻ്റെ വെൽഫെയർ കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമപ്രകാരം ചെയ്യാനും ചെയ്യുക.